ഹോങ്കോങ്ങിലെ YMCA ഹോട്ടലാണിത്. വിക്ടോറിയ ഹാർബറിൻ്റെ തൊട്ടടുത്താണിത്. അപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെയുള്ളത്. സിംഫണി ഓഫ് ലൈറ്റ്സ് എന്ന ഷോയൊക്കെ നമുക്ക് എപ്പോഴും റൂമിൽ ഇരുന്ന് കാണാം. അതൊരു ഗിന്നസ് റെക്കോർഡ് ഇവൻ്റാണ്. വളരെ നല്ലതായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഇത് വളരെ വലിയൊരു ഹോട്ടലും കൂടെയാണിത്. 2 ടവറൊക്കെ ഉണ്ട്, നോർത്ത് ടവറും സൗത്ത് ടവറും. കുറേ റൂംസ് ഉണ്ട്. അപ്പം ഈ നല്ലൊരു ലൊക്കേഷനും നല്ലൊരു ഹോട്ടലും ഒക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഹോങ്കോങ്ങിൽ വരുന്നവർക്ക്. ഇത് ഈ ഹോട്ടലിൻ്റെ ലോബിയാണ്. ഈ ലോബി തന്നെ ഒത്തിരി വലുതാണ്. ഒരു സൈഡിൽ നിന്ന് നടന്നാലും മറ്റേ സൈഡ് വരെ നല്ല ദൂരത്തിലാണ്. അതിനിടയിൽ കുറേ കാഫേ ഉണ്ട്, പിന്നെ കുറച്ചൊക്കെ ഫുഡിനുള്ള സ്ഥലങ്ങളുണ്ട്, റിസപ്ഷൻ ഏരിയ ഉണ്ട്, പിന്നെ 2 ടവറിലേക്കും പോകാനുള്ള ലിഫ്റ്റുകൾ ആ സൈഡിൽ. അതുപോലെ 2 സൈഡിലുള്ള റോഡ്സിൽ നിന്ന് നമുക്ക് നടന്നു കയറാനുള്ള എൻട്രൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് കാറിലൊക്കെ വരുമ്പോൾ നമുക്ക് വാലെ പാർക്കിംഗ്, അതുപോലെ കാറിൽ നിന്ന് വരുന്നവർക്കുള്ള എൻട്രൻസ്, ഇതെല്ലാം ഉണ്ട്. അപ്പം പല ഏരിയയിൽ നിന്ന് നമുക്ക് ഈ ഹോട്ടലിലേക്ക് കയറാൻ പറ്റും. പക്ഷേ അതേപോലെ സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം നല്ലതായിട്ടുണ്ട്. വളരെ വലിയൊരു ഹോട്ടലായത്. ഇതാണ് റിസപ്ഷൻ ഏരിയ. വളരെ ഫ്രണ്ട്ലി ആയ സ്റ്റാഫാണ്. എപ്പോഴും നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായ സ്റ്റാഫാണ് ഇവിടെ കാണുന്നത്. ഈ ഏരിയ നോർത്ത് ടവറിൻ്റെ ഏരിയയാണ്. അപ്പോൾ നോർത്ത് ടവറിലേക്കുള്ള ലിഫ്റ്റും ഒക്കെ ഈ ഏരിയയിലാണ്. ഈ ലോബിയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇത് സൗത്ത് ടവർ. അപ്പോൾ സൗത്ത് ടവറിലേക്കുള്ള ലിഫ്റ്റ് അതെല്ലാം ഈ സൈഡിൽ നിന്ന്. പക്ഷെ നമുക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ 9th ഫ്ലോറിൽ നിന്നൊക്കെ നമുക്ക് കണക്ഷൻസ് ഉണ്ട് നോർത്തും സൗത്തും തമ്മിൽ. ഇപ്പോൾ ഇവിടെ നീ കാണുന്നത് സൗത്തിൻ്റെ സൈഡിലേക്കുള്ള എൻട്രൻസും കാണുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ ഞങ്ങൾ ചെന്ന ടൈമിൽ ചൈനീസ് ന്യൂ ഇയർ ഒക്കെ ടൈമായിരുന്നു. അപ്പോൾ കുറേ ഡെക്കറേഷൻസും ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഒക്കെ ഡെക്കറേഷൻസും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ലോബി ഏരിയയാണ് ഇവിടെ. ഈ കാണുന്നതാണ്, നമ്മളിപ്പോൾ കാറിലാണ് വരുന്നതെങ്കിൽ കാറൊക്കെ കൊണ്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യുകയും പിക്ക് ചെയ്യുകയും ചെയ്യുന്ന ഈ എൻട്രൻസിൽ നിന്ന്. ഇത് 4th ഫ്ലോർ. 4th ഫ്ലോറിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഔട്ട്ഡോർ സ്പേസ് ഉണ്ട്, പിന്നെ അത് പോഡിയം ഗാർഡനൊക്കെയാണ്. അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് പുറത്തോട്ട് പോയാൽ പോഡിയം ഗാർഡനിൽ ചെല്ലും. ഗാർഡനിൽ കുറച്ച് ഗ്രീനറി ഏരിയ ഉണ്ട്, കുറേ ഏരിയ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളതുണ്ട്. പിന്നെ നല്ല വ്യൂ ആണ് അവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ. അതിപ്പോൾ രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ വന്ന് നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കണം, അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കണം, അതിനൊക്കെയുള്ള നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഒത്തിരി വലിയൊരു ഹോട്ടലാണ്, അതാണ് ഇതിൻ്റെ ഗുണം. റൂംസ് ആണെങ്കിലും അതേപോലെ ഓപ്പൺ സ്പേസസ് ആണെങ്കിലും എല്ലാം ഒരുപാട് നമുക്കുണ്ട്. ഗ്രീൻ സ്പേസസ്, പിന്നെ കുറേയൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഇരുന്നാലും നമുക്കിങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാം. ഹോങ്കോങ്ങിന് ഒരു നല്ല വ്യൂ ഈ പോഡിയത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതൊരു രാവിലെ ടൈമായിരുന്നു, അതുകൊണ്ട് ഇവിടെ ആരെയും കണ്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നു ഇവിടെ ഗെറ്റ് ടുഗെദറുകൾ, അങ്ങനത്തെ പാർട്ടീസ് ഇതൊക്കെ ഇവർ നടത്തുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു നല്ല സ്പേസ് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ റോഡ്, ഇവിടുത്തെ ബിൽഡിങ്സ്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വിക്ടോറിയ ഹാർബറിൻ്റെ വ്യൂ, ഇതെല്ലാം ഇവിടെ നിന്നുണ്ട്. അപ്പം നൈറ്റിലൊക്കെ ഇവിടെ നല്ല രസമായിരിക്കും. നമ്മൾ ജസ്റ്റ് രാവിലെ ഒന്ന് വന്നിങ്ങനെ നോക്കിയപ്പം പിന്നെ നമ്മളെ എല്ലാ കാര്യം വേറെ കണ്ടില്ല ഇവിടെ. ആ ദൂരെ കാണുന്നത് വിക്ടോറിയ ഹാർബറാണ്. അപ്പം ആ ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഷോ ഉണ്ട്, സിംഫണി ഓഫ് ദ ഷോ, അതൊക്കെ കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇവിടെ നിന്നിട്ട്. ഇത് ഓപ്പൺ ടു സ്കൈ ഗാർഡനും കൂടെയാണ്. കുറച്ച് ഗാർഡൻ ഏരിയയും ഉണ്ട് ഇവിടെ. ഇനിയിപ്പം നമുക്ക് നമ്മളുടെ റൂമിലേക്ക് പോകാം. 11th ഫ്ലോറിലാണ് നമ്മളുടെ റൂം. അപ്പോൾ ഇതാണ് 11th ഫ്ലോറിലെ നമ്മളുടെ റൂം 1180. വളരെ സ്പേഷ്യസ് ആയ ഒരു റൂമാണിത്. കുറേ കബോർഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം നല്ല സ്പേഷ്യസ് ആയ ബെഡ് ഉണ്ട്. വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഈ ബെഡ്. ഒരുപാട് ചാർജിങ് ഏരിയാസൊക്കെ ഉണ്ട്, നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ സീറ്റിംഗ് ആണെങ്കിലും 2 ചെയറുണ്ട്, 2 ചെയേഴ്സ് ഉണ്ട്. ഇവിടെ ഒന്നുണ്ട്, പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ട്. നല്ല ഡെസ്ക് ഒക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും നല്ലതായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവരൊരു ട്രാവൽ അഡാപ്റ്റർ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്ന് വരുന്നവർക്കും യൂസ് ചെയ്യാനായിട്ട് ട്രാവൽ അഡാപ്റ്റർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈ ട്രാവൽ ചെയ്യുമ്പം പലയിടത്തും പല രീതിയിലുള്ള ചാർജിങ് പോയിൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഫോൺ ചാർജ് ചെയ്യാനും ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ചാർജ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ലതായിരുന്നു ഇവിടെ. അത് ഒരു ചെറിയ TV ഉണ്ട്, പിന്നെ കോഫി മേക്കിംഗ് ഫിലിപ്സിൻ്റെ മെഷീൻ ഉണ്ട് ഇവിടെ. നമ്മൾ വെള്ളമൊന്നും കണ്ടില്ലായിരുന്നു ഇവിടെ, ഒരു വെള്ളമൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കോഫി മേക്കിംഗ് മെഷീൻ ഉണ്ട്, പിന്നെ കോഫി മേക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളുണ്ട്. ഒരു മിനി റെഫ്രിജറേറ്റർ ഉണ്ട്. അപ്പോൾ ഇതാണ് കോഫി മേക്കിംഗ് സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ ചെറിയൊരു കബോർഡ് ഏരിയ ഉണ്ട്, കുറച്ചൊക്കെ സാധനങ്ങൾ നമുക്കിവിടെ വെക്കാം. പിന്നെ പെയിൻറ്റിങ്, AC അഡ്ജസ്റ്റ്മെൻറ്റ്, തെർമോസ്റ്റാറ്റ്. പിന്നെ ഇവിടെ വലിയ കബോർഡുണ്ട്, 2 ഷെൽഫൊക്കെ ആയിട്ടുള്ള കബോർഡ് സ്പേസ്, അതിനകത്ത് സേഫ് ഉണ്ട്. ഹോങ്കോങ്ങിലൊക്കെ നമുക്ക് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ്
കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് YMCAയിൽ ഇത് നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പം കുറച്ച് ദിവസം നമുക്ക് സ്റ്റേ ചെയ്യാൻ വന്നാലും നല്ലൊരു സ്പേഷ്യസ് റൂമാണ്. പിന്നെ വാഷ്റൂമൊക്കെ നല്ലതാണിത്. ആകെ നമ്മൾ നോട്ടീസ് ചെയ്തത് അതിൽ ടബ് ഒരല്പം ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ചിലപ്പം നമുക്കൊരു ഹൈറ്റ് കയറാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ചിലപ്പോൾ ഈ റൂം ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ആക്സസിബിൾ റൂംസ് അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ റൂംസ് എടുക്കാം. ഇത് നമുക്ക് പ്രോബ്ലം ഇല്ലായിരുന്നു, പക്ഷേ ചിലർക്ക് ഇതൊരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അല്ലാതെ നല്ല റൂം തന്നെയാണ്, നല്ല വാഷ്റൂമാണ്. ഇതാണ് നൈറ്റ് വ്യൂ. നൈറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് റൂമിൽ നിന്ന് കാണാൻ. അപ്പോൾ ആ കാണുന്നതെല്ലാം വിക്ടോറിയ ഹാർബറിലെ ബിൽഡിങ്സ് ആണ് അതെല്ലാം. അപ്പോൾ ഇവിടെയാണ് ആ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, സിംഫണി ഓഫ് ദ സൗണ്ട് ഇതെല്ലാം വരുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നാലും നമുക്കിവിടെ നിന്ന് നന്നായിട്ട് ഇത് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയി ഈ റൂമിൽ നിന്ന്. എത്ര രാത്രിയായാലും റോഡിൽ വാഹനങ്ങളുണ്ട്, അത് നമ്മളിവിടെ നോട്ടീസ് ചെയ്തതാണ്. അത്ര പെട്ടെന്നൊന്നും റോഡ് വിജനമാകുന്നില്ല. പിന്നെ ഇതാ ഇപ്പോൾ ഈ കാണുന്നത് ഡേയിലുള്ള നമ്മളുടെ റൂമിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ആ സെയിം വിക്ടോറിയ ഹാർബർ പകൽ നല്ല വ്യൂ ആണ് അതും കാണാനായിട്ട്. നമുക്ക് റൂമിൽ നിന്ന് ഇങ്ങനെ നോക്കിയിരുന്നാൽ നല്ല രസമാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. റോഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്നതും അപ്പുറത്ത് വിക്ടോറിയ ഹാർബറും എല്ലാം ആയിട്ടുള്ള നല്ലൊരു വ്യൂ അത്. പിന്നെ ഇതൊരു വളരെ നല്ല ഫെസിലിറ്റി ആയിരുന്നു ഇവിടെ ഉള്ളത്, സെൽഫ് സർവീസ് ലോണ്ട്രി. മറന്നുപോയി എത്രയായിരുന്നു എമൗണ്ട് എന്ന്. ബട്ട് ഒരു ചെറിയൊരു എമൗണ്ടിന് നമുക്ക് ഒരു കോയിൻ കിട്ടും ഇവിടുത്തെ റിസപ്ഷനിൽ നിന്ന്. ആ കോയിൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഇട്ടിട്ട് ഇവിടുത്തെ വാഷിംഗ് മെഷീൻസിൽ നമുക്ക് തുണിയെല്ലാം വാഷ് ചെയ്യാം. അതുപോലെ വാഷിംഗ് മെഷീൻസും ഉണ്ട്. വാഷിംഗ് മെഷീൻസ് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഡ്രയറും ഉണ്ട്. അപ്പോൾ കുറച്ച് നാളത്തേക്കൊക്കെ സ്റ്റേ ചെയ്യാൻ വന്നാൽ നമുക്കിവിടെ വാഷ് ചെയ്യാം, ഡ്രൈ ചെയ്യാം, പ്രസ് ചെയ്യാം. അതിനെല്ലാം ഉള്ള ഫെസിലിറ്റി ഈ ഹോട്ടലിലുണ്ട്. അത് മാത്രമല്ല അത്രയും ടൈം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുമ്പം ഇവിടെ ഇരുന്ന് വായിക്കാനായിട്ട് ന്യൂസ് പേപ്പേഴ്സ് ഇവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും വളരെ ഒരു നല്ല സെറ്റപ്പാണ് അവർ വാഷിങ്ങിന് തന്നിരിക്കുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ മീറ്റിംഗ് റൂമാണിത്. അപ്പം കോൺഫറൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് അതിനുള്ള ഫെസിലിറ്റിയും ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഹോട്ടലിൽ കണ്ട കുറേ കാഴ്ചകൾ. വളരെ നല്ലൊരു ഹോട്ടലാണ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക്. താങ്ക് യു.